44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഒരു മൈഥിലി എന്ന ഈ ഒരു മോളുടെ പുസ്തകം ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദ സ്പിരിറ്റ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. മോളെ, ഈ ഒരു നിമിഷം എന്ത് തോന്നുന്നു മൈഥിലി കുട്ടിക്ക്? ഇപ്പോഴൊരു സ്വപ്നമായിട്ട് തന്നെ കാണുന്നത്, ഇങ്ങനെ ശരിക്കായിട്ടുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പാടാണ്. ഇപ്പൊ ഇനിയും ഏതെങ്കിലും ഒരു സെക്കൻഡ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുള്ളൊരു പേടിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഒരു സ്വപ്നം അവസാനമായിട്ട് ഇങ്ങനെ നടന്നു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. നല്ല ഹാപ്പിയാണ്. മോള് പറഞ്ഞു ഒരുപാട് പേര് ഇതിനെ മോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സോഹൻ റോയെ പോലെയുള്ള വലിയ വലിയ ആളുകള്, അത് കലാരംഗത്താണേലും സാഹിത്യ രംഗത്താണേലും എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു ആളാണ് മിസ്റ്റർ സോഹൻ റോയ് എന്ന് പറഞ്ഞത്. ഏത് രീതിയിലാണ് മോൾക്ക് ഒരു സപ്പോർട്ട് കിട്ടിയത് ഈ ഒരു ബുക്ക് എഴുതുന്നതിന്? എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്താ ചെയ്യാൻ ഇഷ്ടമുള്ളത് അത് ചെയ്യണം. അത് എന്താണെങ്കിലും, എത്ര ചെറുതായിട്ടാണെങ്കിലും, ഓരോ ആൾക്കാരെ സഹായിക്കുന്ന ആയിക്കോട്ടെ, വലിയ വലിയ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആയിക്കോട്ടെ, എന്താണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ളത് അത് നോക്കിക്കോളെന്ന് പറഞ്ഞു. സോ സാറ് നോക്കിക്കോളെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് വായിക്കാനുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു പുള്ളി എഴുതുന്നത്, ഡാം 999 എന്ന് പറഞ്ഞാൽ. അങ്ങനെ കുറെ പിന്നെ കരിയർ കോച്ചിങ് ലെസൺസ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. എന്നെ കുറെ really സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബുക്ക് ദ സ്പിരിറ്റ്സ് എന്നുള്ള ഒരു ബുക്ക് എഴുതാനുള്ള ഇൻസ്പിറേഷൻ എന്താണ് മോക്ക് കിട്ടിയത്? എങ്ങനെയാണ് ഇത് ഒരു തോട്ട് ഉണ്ടായത്? പ്രത്യേകിച്ച് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവില്ല. ഇങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുറെ ഫിക്ഷൻ ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും അവരുടെ സ്വന്തം ലോകം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒരു ചെറിയ പുഷിങ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഉണ്ടാക്കണം പറ്റുന്നില്ലല്ലോ. എനിക്ക് പറ്റും. പിന്നെ ഓരോ ദിവസം ഞാൻ ഇങ്ങനെ ഓരോ പിൻട്രസ്റ്റ്, ഓരോ ഇങ്ങനത്തെ വെബ്സൈറ്റ്സ് ഞാൻ വായിക്കുമായിരുന്നു, എങ്ങനെ ബുക്ക് ഉണ്ടാക്കുന്ന, എങ്ങനെ എഴുതുന്നത്. ഒരു രാത്രി കിടക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റിയില്ല. ഇതിങ്ങനെ ഒരു പുതിയ ലോകം ഞാൻ ആലോചിച്ച് തുടങ്ങി. ഞാനിങ്ങനെ എലനോർ, ഓറിയൻ എന്ന് പറഞ്ഞ ഓരോ ക്യാരക്ടേഴ്സുമായിട്ട് ഞാൻ ഒരു പുതിയ ലോകം ആലോചിച്ച് തുടങ്ങി. അവരുടെ ഭാവി, അവരുടെ കഥകളെല്ലാം ഞാൻ ആലോചിച്ച് അതിങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ലായിരുന്നു. ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ പിന്നെ അവസാനം ഇതെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബുക്ക് എഴുതാൻ തുടങ്ങി. എഴുതി തീർന്നപ്പോഴത്തേക്ക് 2 വർഷമായി. പക്ഷെ വെരി ഗുഡ്. എന്തായാലും ഒരുപാട് സന്തോഷം. മോള് നമ്മളുടെ വായനക്കാർക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്നൊന്ന് പരിചയപ്പെടുത്താം, ഒരു ചുരുങ്ങിയ വാചകങ്ങൾക്കുള്ളിൽ. ഒരു പെണ്ണുണ്ട്, എലനോർ എന്ന് പറഞ്ഞാൽ. അവളുടെ ജീവിതം ഭയങ്കര ടഫായിരുന്നു, ഭയങ്കര സ്ട്രഗിൾ ഫിൽ ലൈഫായിരുന്നു. ഒരുത്തരുണ്ട് ഓറിയൻ. അവന്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഒരു സർട്ടൻ സമയം വരെ എല്ലാം ഹാപ്പി ആയിരുന്നു. അമ്മയുടെയും സ്ക്രീൻ സിസ്റ്ററിന്റെ മരണത്തിന് ശേഷം എല്ലാം കുറച്ച് പ്രശ്നമാവാൻ തുടങ്ങി. ഇവര് രണ്ടുപേരും ഇവര് തുടക്കത്തിൽ കണ്ടുമുട്ടുമ്പോ ഇവർക്ക് രണ്ട് എനിമീസ് തന്നെയാണുള്ളത്. പക്ഷെ അവർക്ക് പിന്നീട് അവർ ഒന്നിച്ച് വർക്ക് ചെയ്ത് ഇവരുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു. അപ്പം ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉള്ളൊരു കഥ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേരല്ല, എന്തായാലും മോളുടെ ആദ്യത്തെ ഫസ്റ്റ് നോവലാണ്. ഒരുപാട് സന്തോഷം. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അക്ഷരങ്ങളുടെ ഈ ലോകത്തേക്ക് മോള് കടന്നു വന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഈ പുസ്തകം ഒരുപാട് പേരാൽ വായിക്കപ്പെടട്ടെ. വീണ്ടും വീണ്ടും ഇതുപോലെ പുസ്തകോത്സവങ്ങളിലും ഒക്കെ മോള് പുതിയ പുതിയ എഴുത്തുകളും പുസ്തകങ്ങളുമായിട്ട് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.